കൈരളിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സൂപ്പർ ഹിറ്റ്സിലേക്ക് ഹാർദമായ സ്വാഗതം. ജീവിതത്തിൽ നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താൽ 100 കാര്യങ്ങൾ നല്ലത് ചെയ്യട്ടെ, ഒരു കാര്യം മോശമായാൽ മതി. പിന്നെ നമ്മൾ ചെയ്ത മോശം കാര്യത്തെക്കുറിച്ചായിരിക്കും കൂടുതൽ വർണ്ണിക്കുന്നത്. നമ്മുടെ നന്മയും നേട്ടങ്ങളും ഒന്നും കാണാനല്ല ആളുകൾ പുറകെ നടക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കോട്ടമോ ഒരു തിന്മയോ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മുടെ കണ്ണുകൾ എപ്പോഴും തുറന്നു വെക്കേണ്ടത് എപ്പോഴും നന്മയുടെ ഭാഗത്തേക്ക് വേണം. കാര്യം നമ്മുടെ തിന്മകൾ ശ്രദ്ധിക്കാൻ വേണ്ടി മറ്റുള്ളവർ പുറകിലുണ്ട്. അപ്പോൾ നമ്മുടെ നന്മകളാവാം നമ്മുടെ മക്കൾ, അവരുടെ സ്വഭാവങ്ങൾ. അതുകൊണ്ട് അവരുടെ നന്മകൾ കാണണം, നല്ല വഴിയിലൂടെ സഞ്ചരിക്കണം, മാർഗ്ഗങ്ങൾ എപ്പോഴും നല്ലതായിരിക്കണം, ലക്ഷ്യങ്ങൾ നല്ല മാർഗ്ഗത്തിലൂടെ സഞ്ചരിച്ച് നേടിയിരിക്കണം എന്നൊക്കെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. വന്നിരിക്കുന്ന മാതാപിതാക്കൾക്ക്, കുട്ടികൾക്ക് സൂപ്പർ ഹിറ്റ്സിലേക്ക് എൻ്റെ നമസ്കാരം. അലൻ, ഹായ്. സിന്ദൂരി, ഘനശ്യാം, ഹായ്. സിയ, ഹായ്. നമ്മൾ സൂപ്പർ ഹിറ്റ്സിലേക്ക് കടക്കും മുമ്പ് നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടു. എന്നെ പരിചയപ്പെട്ടു. എൻ്റെ പേരറിയോ? എൻ്റെ പേര് ആർക്കെങ്കിലും അറിയോ? എൻ്റെ പേരറിയോ? സാജൻ. സാജൻ. എൻ്റെ പേര് സാജൻ. എൻ്റെ നാട് പള്ളുരുത്തി. അതേപോലെ മോൻ്റെ നാട് എവിടെയാണ്? കണ്ണൂര്. കണ്ണൂര്, കരിവെള്ളൂര്, കാസർഗോഡ്, കാലിക്കടവ്, അങ്ങനെ കുറേ സ്ഥലമുണ്ട്. മോൻ്റെ നാട് പെരളശ്ശേരി, ചെറുശ്ശേരി, എരിശ്ശേരി, പുളിശ്ശേരി, താമരശ്ശേരി, പെരളശ്ശേരി, പിന്നെ ബാലുശ്ശേരി, കല്ലാശ്ശേരി, അങ്ങനെ ഒരു ശേരിയാണ് പാപ്പിനിശ്ശേരി, ഇപ്പോൾ പെരളശ്ശേരി അല്ലേ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ വിപ്ലവത്തിൻ്റെ ഒരു മണമുള്ള അല്ലേ, ചോരതൊടിക്കൻ ചെറുകൈകളെ വേറുക വന്നി പന്തങ്ങൾ ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചിരിക്കുന്ന വീര സഖാക്കളുടെ വലിയ നാടാണ് പെരളശ്ശേരി, കല്ലാശ്ശേരി. ഒരുപാട് സമരങ്ങൾ കണ്ട നാട് അല്ലേ, സമരമുറകളുടെ നാട്, ഒക്കെ നല്ല നാടാണ്. അടുത്തത് മോളുടെ നാട് മാവേലിക്കര. മാവേലിക്കരയാണ് അച്ഛൻ്റെ നാട് അല്ലേ? അച്ഛൻ മാവേലിക്കരക്കാരൻ. മാവേലി എന്ന് പറയുന്ന മഹാബലി ചക്രവർത്തിയുടെ നാടാണോ മാവേലി? ആണോ? ആക്ച്വലി മഹാബലിക്കരയെ നിങ്ങൾ എല്ലാവരും കൂടി മാവേലിക്കരയാക്കി. പറഞ്ഞു ലോപിച്ച് അങ്ങ് മാവേലിക്കരയായി പോയതാണ്. നല്ല സ്ഥലമാണ്. ഇപ്പൊ താമസിക്കുന്ന എവിടെയാണ്? തൃശ്ശൂർ. ഒരു സ്ഥലത്ത് ജനിക്കുന്നു, ഒരു സ്ഥലത്ത് ജീവിക്കുന്നു, ഒരു സ്ഥലത്ത് നമ്മൾ വളരുന്നു, പിന്നെ ഒരു സ്ഥലത്ത് നമ്മൾ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നു അല്ലേ? ചില ആളുകൾ അങ്ങനെയല്ല. ചില ആളുകൾ അവിടെ തന്നെ ജനിച്ച്, അവിടെ തന്നെ ജീവിച്ച്, അവിടെ തന്നെ ഒരു അഡ്രസ് ഉണ്ടാക്കി, ആരറിയപ്പെടാതെ, ഒരിടത്തും പോകാതെ, അവരെയും ആരും അറിയപ്പെടാതെ അവിടെ തന്നെ കിടന്ന് ആരാണ്, എന്താണ്, ഏതാണ്, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പേരെന്താണ്? അലൻ. അലൻ നല്ല പേരാണ്. അലൻ എന്നുള്ള പേരിന്റെ അർത്ഥമുണ്ടോ? അമ്മക്ക് എന്തെങ്കിലും അർത്ഥമുണ്ട്? സൂര്യൻ എന്നൊരർത്ഥമുണ്ട്. ഗുഡ്. അർക്കൻ, ആദിത്യൻ, ദിവാകരൻ എന്നൊക്കെ പറയണത് അല്ലേ, സൂര്യന്റെ പേരുകളാണ്. ഇപ്പൊ സോളാർന്നും കൂടി വന്നിട്ടുണ്ട്, അതും സൂര്യന്റെ ഒരു പര്യായമാണ് അല്ലേ? ഇപ്പൊ ആരും പറയാറില്ല. പണ്ട് സോളാർ സിസ്റ്റം എന്ന ആൾക്കാർ പറയാറുണ്ട്. ഇപ്പൊ നമുക്ക് സിസ്റ്റം എന്നേ പറയാറുള്ള ആൾക്കാർ പേരും. അപ്പൊ സോളാർ സിസ്റ്റർ അല്ല, സോളാർ സിസ്റ്റൻ ആയിക്കോട്ടെ. അലൻ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? UKG. മോൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? കോളേജിലായിട്ടില്ല? കോളേജിൽ പോയിട്ടില്ല? ആരെങ്കിലും കോളേജിൽ പോയിട്ടുണ്ടോ? കോളേജിൽ പോയ ആരെങ്കിലും വീട്ടിലുണ്ടോ? അച്ഛൻ പോയിട്ടുണ്ടോ? ഇല്ല. അമ്മ പോയിട്ടുണ്ടോ? രണ്ടുപേരും കോളേജിൽ പോയിട്ടില്ല. അവർക്ക് വിദ്യാഭ്യാസം കുറവാണ്. അച്ഛൻ കോളേജിൽ പോയിട്ടുണ്ടോ? അമ്മ കോളേജിൽ പോയിട്ടുണ്ടോ? ആർക്കാണ് വീട്ടിൽ കുറച്ച് വിദ്യാഭ്യാസം ഉള്ളത്? ആർക്കുമില്ല. വീട്ടിൽ ആർക്കും വിദ്യാഭ്യാസമില്ല. കുട്ടികളങ്ങ് പറയുക, തുറന്നു പറയുക, ഞങ്ങളുടെ വീട്ടിൽ ആർക്കും വിദ്യാഭ്യാസമില്ല. വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വിവരമില്ല, വിവേകമില്ല എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ അവരെ പഠിപ്പിക്കുന്നു, വലുതാക്കുന്നു. വലുതാവുമ്പോൾ ആരാവും? പട്ടാളക്കാരൻ. പട്ടാളക്കാരനാകാണ്ട എല്ലാ ലക്ഷണവും ഇപ്പോൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പട്ടാളക്കാരനാകണമെന്ന് ആര് പറഞ്ഞു? അച്ഛൻ പറഞ്ഞു. അച്ഛൻ പറയണു പട്ടാളക്കാരനാകാൻ. മോള് അച്ഛൻ പറഞ്ഞു എന്തെങ്കിലും ആകാൻ പറഞ്ഞിട്ടുണ്ടോ? എന്താകും? സിൻഡ്രല്ലയാവും. സിൻഡ്രല്ലയാകുമെന്ന് വെറുതെ ഒരു സാധനമൊന്നുമല്ല. ഞാൻ സിൻഡ്രല്ലയാകും. പുള്ളിയുടെ ആഗ്രഹം അതാണ്. അതിന് പ്രത്യേകിച്ച് ഇനി വേറെ ജോലിക്കൊന്നും പോകണമെന്നില്ല. സിൻഡ്രല്ലയാകും. അച്ഛൻ്റെ പേരെന്താണ്? അച്ഛൻ്റെ പേര് സത്യജിത്ത്. അമ്മയുടെ പേര് രശ്മി. ഞാൻ വിചാരിച്ചു നുണയായിരിക്കും. ഇത് സത്യം പറയുമ്പോൾ അതോ നുണയാണ്. വീട്ടിൽ ആരാ നുണ പറയുന്നത്? അച്ചാച്ചൻ ചില സമയത്ത് കിൻഡർ ജോയ് മേടിക്കാൻ പറയുമ്പോൾ മേടിക്കത്തില്ല. അപ്പൊ അച്ഛൻ നുണ പറയുന്നു. അച്ചാച്ചനാണോ നല്ലത്, അമ്മാമ്മയാണോ നല്ലത്? എൻ്റെ കണക്ക് വാങ്ങി തന്ന രണ്ടുപേരും നല്ലതാ. അച്ഛനാണോ പാവം, അമ്മയാണോ? ഇങ്ങനെയൊക്കെ പറയണോന്ന് ആര് പറഞ്ഞു? നുണ പറയരുതടാ.
ആര് പറഞ്ഞു തന്നെ ഇങ്ങനെയൊക്കെ പറയണമെന്ന്? ഇവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് നീ പെന്റഗൺ വഴി വരരുത് ഇവിടെ, കേട്ടാ കേട്ടാ. അപ്പോ നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം. ഏത് സ്കൂളിൽ പഠിക്കുന്നു? വിജയമാത ഹയർ സെക്കൻഡറി ന്യൂട്ടന്റെ സ്കൂളിലാണ് പഠിക്കുന്നത്. അമ്മയ്ക്ക് എന്താ ജോലി? നേഴ്സാണ്. അച്ഛൻ ഡോക്ടറാണോ? അച്ഛൻ എന്താ ജോലി? ബിസിനസ്. എന്തിന്റെ ബിസിനസ് ആണ്? ആദ്യമൊക്കെ അച്ഛൻ മലേഷ്യയിലായിരുന്നു, പിന്നെ അച്ഛൻ ഇന്തോനേഷ്യയിലായി, ഇപ്പൊ ഏഷ്യയിൽ വന്നു. അച്ഛനില്ലേ അന്ന് കുക്കിംഗ് ചെയ്ത് വരാൻ പറഞ്ഞപ്പോ അച്ഛൻ അന്ന് ദോശ റോസ്റ്റ് ഉണ്ടാക്കി. ദോശ റോസ്റ്റ് ഉണ്ടാക്കി തന്നു. ചുരുക്കി പറഞ്ഞാൽ അടുക്കള കണ്ട ഏക ജീവി അച്ഛനാണ്. അമ്മ അങ്ങനെ അധികം അങ്ങോട്ട് കയറാറില്ല. അച്ഛനും അമ്മയും കൂടി വഴക്കടിക്കും. എപ്പോഴെങ്കിലും വഴക്കിടാറുണ്ടോ? ആരാണ് വഴക്കിട്ടിന് തുടക്കം വെക്കുന്നത്? അച്ഛൻ. എന്താണ് അച്ഛൻ വഴക്കടിക്കുന്നത്? അച്ഛൻ അമ്മ ചവിട്ടാൻ പോകും, അമ്മ കറി ചവിട്ടും. എന്നെ എന്തൊക്കെ ചവിട്ടുണ്ടെന്ന് പറയുന്നു. 2 ചവിട്ടൊന്നും കൊടുത്തിട്ടില്ല. അമ്മ ചവിട്ടുമോ തിരിച്ച്? അമ്മക്ക് അച്ഛന് പേടിയാണ്. നമ്മൾ എവിടെ വരുന്നു? അച്ഛൻ എന്താ ജോലി? ബാങ്ക് മാനേജറാണ്. ഏത് ബാങ്കിന്റെ മാനേജരാ? കർണാടക ബാങ്കിൽ. കർണാടക ബാങ്കിന്റെ മാനേജറാണ് എന്റെ അച്ഛൻ. അമ്മയോ? ആക്സിസ് ബാങ്കിന്റെ മാനേജറാണ്. മോളോ? സ്കൂളിലെ മാനേജറാണ്. അച്ചാച്ചനോ? നിർമ്മിതി കേന്ദ്രത്തിന്റെ മാനേജറാണ്. ആയിക്കോട്ടെ. പയ്യന്നൂരാണ് നിങ്ങളുടെ വിഹാരം, അമ്മയുടെ വിഹാരം. അമ്മ അവിടെയാണ്, അച്ഛൻ കർണാടകയിലാണ്, മോൾ എവിടെയാണ്? കണ്ണൂരാണ്, ഇല്ലേ? വീട്ടിൽ അച്ചാച്ചന്റെ പേരെന്താണ്? മണി. മണി ശരിയായ പേര് ജയരാജൻ. ജയരാജൻ. പാട്ട് പാടുവോ? ഒരു പാട്ട് പാടിക്കേ. അച്ഛൻ സത്യത്തിൽ തിരിഞ്ഞു നോക്കി, മുറ്റത്തൊരു മൈന. അമ്മ പാട്ട് പാടിത്തരുവോ? അമ്മ പാട്ട് പാടിത്തരുവോ? കഥ ചിലപ്പോ പാടും. ഏതൊക്കെ ദിവസമാണ് അമ്മ പാടുന്നത്? അമ്മ പാടുന്ന പാട്ട് ഏതാണ്? അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടതേ മൽമോനിക്കായി. അതാണ് ആ പാട്ടാണോ? അപ്പോ അച്ഛന്റെ കൂട്ടുകാരൊക്കെ ഉണ്ടോ അവിടെ? നല്ല കൂട്ടുകാരാണോ അച്ഛനുള്ളത്? ചീത്ത കൂട്ടുകാരാണോ? ഞാൻ പറയണത് എന്തെങ്കിലും വേറെ കുടിക്കാറുണ്ടോ? സോഡയോ നാരങ്ങയോ അങ്ങനെ എന്തെങ്കിലും? അച്ഛന്റെ കൂട്ടുകാരോ അച്ഛനോ അങ്ങനെ വീട്ടിലിരുന്ന് എന്തെങ്കിലും കുടിക്കാറുണ്ടോ? കളർ വെള്ളങ്ങൾ എന്തെങ്കിലും കുടിക്കാറുണ്ടോ? അത് മാത്രം പറയല്ലേ. കുടിക്കും? കുടിക്കില്ല. കൂട്ടുകാരും ഒത്ത് കുടിക്കും. വീട്ടിൽ വെച്ച് കുടിക്കും. അപ്പൊ അമ്മ വഴക്ക് പറയും. കുടിക്കില്ല. ഇതുവരെ കുടിച്ചിട്ടില്ല. നേര് പറയുന്നവർക്കേ സമ്മാനമുള്ളൂ. നേര് പറയാത്തത് കൊണ്ട് സമ്മാനം കിട്ടില്ല. ഞാൻ ഞാനത് ചോദിച്ചില്ലല്ലോ. ഞാൻ അങ്ങനത്തെ ഒരു വാക്കേ ചോദിച്ചില്ല. ഞാൻ ചോദിച്ചത് കുടിക്കാറുണ്ടോ? കുടിയെന്ന് ഉദ്ദേശിക്കണത് ചായ കുടിക്കാം, കാപ്പി കുടിക്കാം, രസന കുടിക്കാം. നമ്മൾ എന്തോരം പ്രാർത്ഥനയ്ക്ക് എത്തിച്ചിട്ടായിരിക്കും നമ്മൾ വന്നിരിക്കുന്നത്. അച്ഛനല്ലേ കുടിക്കുന്നു പറഞ്ഞു, അതുകൊണ്ട് അച്ഛൻ തല്ലി. വേറെ ഏതോ പരിപാടി പ്രശ്നം ഉണ്ടാക്കി വീട്ടില്. ആ എന്തിനാണ് ഞാനും അമ്മയും നീയും കൂടി അറിയണ കാര്യം മറ്റുള്ളവരെ പോയി അറിയിച്ചത്? ഞാൻ തന്നെ ഇവിടെ അത്യാവശ്യം കുടിച്ചു കഴിഞ്ഞ ആൾക്കാരെ അറിയിക്കാറില്ലേ? ഇനി നീ പോയി അറിയിക്കണ എന്തിനാണ്? ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് എന്ത് കേൾക്കാം? നമുക്ക് പാട്ട് കേൾക്കണ്ടേ? പ്രിയപ്പെട്ട സാഹസികന് വേണ്ടി, കുടിക്കാത്ത മനുഷ്യന് വേണ്ടിയിട്ട് ഒരു വെജിറ്റേറിയൻ പാട്ട് പാടൂ. വിജയമാത സ്കൂളിലെ ടീച്ചേഴ്സിന്, കുട്ടികൾക്ക്, കൂട്ടുകാർക്ക്, അവിടെയുള്ള നാട്ടുകാർക്ക്, നേഴ്സിന്റെ കൂട്ടുകാർക്ക്, മലേഷ്യയുടെ കൂട്ടുകാർക്ക്, പ്രത്യേക കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്റെ ഹായ്. പുതുവത്സര മേമക്ക് ഹായ്.
പോരെ? സന്തോഷമായി. ഒരു അച്ഛന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ചെലവിന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് വരവ് കിട്ടിയിട്ടുണ്ട്. നന്നായി അനുഗ്രഹിക്കുക. അമ്മയ്ക്കും ഒരു സുഖം, അമ്മയ്ക്കും ഒരു തൃപ്തിയായി. പ്രാർത്ഥന പരിച്ചില്ല. അച്ഛനെ ഞാൻ ഇടിക്കാറുണ്ട്. അച്ഛനിപ്പോഴേ കൊടുക്കാം. എന്താണെന്നറിയാം, വലുതായിട്ട് പട്ടാളക്കാരനെ ഇടിക്കാൻ പറ്റുമോ പ്രാക്ടീസ് ചെയ്ത് നോക്കിയത് അച്ഛൻ. വലുതാവുമ്പോ പട്ടാളക്കാരനായാൽ അച്ഛൻ ഇടിക്കാൻ പറ്റുമോ എന്നൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അച്ഛനടിക്കുന്നത് അനിയത്തിനെയും കൂട്ടിക്കോളൂ, അമ്മയും കൂടി ചേർന്നോളൂ കേട്ടാ. അച്ഛന്റെ പേരിൽ നല്ല അഭിപ്രായം പറയാൻ വേണ്ട. ആയിക്കോട്ടെ. അപ്പൊ മിടുക്കൻ, ഇനി മിണ്ടാതിരിക്കുക. അങ്ങനെ നമ്മൾ വന്നിരിക്കുന്നത് കർണാടകയും കണ്ണൂരും ചേരുന്ന പയ്യന്നൂർ ജോലി ചെയ്യുന്ന അമ്മയുടെ, കർണാടകയിൽ ജോലി ചെയ്യുന്ന സത്യജിത്തിന്റെ പ്രിയപ്പെട്ട മോൾ സിന്ദൂരി. സുന്ദരി ഒന്നൊരുങ്ങിവ, നാളെയാണ് താലിമംഗളം. ഇത് കയ്യിൽ ഇങ്ങനെ പതുക്കെ കെട്ടുക. വീട്ടിൽ പട്ടിയുണ്ടോ? പൂച്ചയുണ്ടോ? മുയലുണ്ടോ? കാക്കയുണ്ടോ? ആനയുണ്ടോ? ആളുകളുണ്ടോ? സമാധാനമുണ്ടോ? കർണാടകയിൽ പോകുന്നുണ്ടോ? പോയിട്ടുണ്ടോ? കൊണ്ടുപോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. അച്ഛനെ പോയത്. അമ്മ പോവില്ല. പോകാൻ താല്പര്യമുണ്ടോ? ഇല്ല. കണ്ണൂർ തന്നെ മതിയോ? എവിടെയാണ് ഇഷ്ടം? അമ്മയുടെ നാട്, അച്ഛൻ്റെ നാട് പയ്യന്നൂരാണോ അമ്മയുടെ നാട് കണ്ണൂരാണോ ഇഷ്ടം? കണ്ണൂര്. അതെന്താ കാര്യം? അവിടെ കിടക്കാൻ നല്ല സുഖമുണ്ട്. അവിടെ കിടക്കാൻ നല്ല സുഖമുണ്ട്. അപ്പൊ ഇവിടെ കിടന്ന സുഖമില്ലേ? അതെന്താ അങ്ങനെ? അവിടെ ഞാൻ പോയിട്ടില്ല. ഇതുവരെ അച്ഛൻ്റെ വീട്ടിൽ പോയിട്ടില്ല? ഇല്ല. കിടന്നിട്ടില്ല? കിടക്കുമ്പോ എനിക്കതൊന്നും ഉറക്കം വരില്ല. അച്ഛൻ്റെ നാട്ടിൽ പോയിട്ട് കിടന്നാൽ തന്നെ ഉറക്കം വരുന്നില്ല, അവിടെ ഒരു സുഖവും ഇല്ല. അമ്മയുടെ വീടിൻ്റെ അവിടെ കിടക്കണതാണ് സുഖം. അതെന്താ കാര്യം? അത് അവിടെ തലാണേൻ്റെ ഉറയെല്ലാം മാറ്റിയിട്ട് ഇടല്. അതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും തലാണ മേൽ തണുപ്പിടുന്നുണ്ട്. അങ്ങനെ ഞാൻ അങ്ങനെ കഥയും പറഞ്ഞുകൊണ്ട് ഇറങ്ങും. രാവിലെ ഇഷ്ടമാണ്, രാത്രി ഇഷ്ടമല്ല. ഉച്ചക്ക് എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്? ഉച്ചക്ക് ചിലപ്പോൾ ഇഷ്ടം, ചിലപ്പോൾ ഇഷ്ടമല്ല. എന്തെങ്കിലും കഴിക്കാൻ തന്നാൽ ഇഷ്ടമാണോ? അതിനൊരു നന്ദി കേടുമില്ല അല്ലേ? ഒരു നാണവും ഇല്ല. അവിടെ പോയിരുന്ന് തിന്നാം, ശരിക്കും അടിച്ചിട്ട് പോരാം. ആ കിടക്കണ നേരെ പോകുമ്പോൾ അവിടെ നിങ്ങളുടെ ഒരു ബന്ധമില്ലാതെ പോരണം. അവിടെ ആരെങ്കിലും ഉണ്ടോ? അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ? ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ചെല്ലാം കണ്ട് അപ്പാപ്പനും അമ്മാമ്മയും ഒക്കെ കൂടി അവിടെ ചെന്ന് രണ്ടുപേരും കൂടി ഇന്ന് പഞ്ഞിക്കിടും കേട്ടാ. എന്തൊക്കെയുണ്ട്? പെരളശ്ശേരി അല്ലേ പഠിക്കുന്ന സ്കൂളിന്റെ പേര്? ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ. ഇന്ദിരാഗാന്ധി പബ്ലിക് ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ. ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ അല്ലേ? പെരളശ്ശേരിയാണ് മമ്പറം അല്ലേ? അത് ഏതാണ് സ്ഥലം? മമ്പറം. പെരളശ്ശേരി തൊട്ട് മമ്പറം. മമ്പറം നല്ല സ്ഥലം. അച്ഛൻ്റെ പേരെന്താണ്? ഷാജി ടി വി. ഷാജി ടി വി. പ്രത്യേകിച്ച് വേറെ ടി വി ഇനി വേണ്ട, ഇതിൽ നോക്കി എല്ലാം കാണാം. അമ്മയുടെ പേരോ? വിനീഷ്മ. വിനീഷ്മ. അച്ഛനോ അമ്മ? അതാരാണ്? അമ്മയുടെ അച്ഛനാണോ? അമ്മേൻ്റെ അച്ഛൻ. അമ്മേൻ്റെ അച്ഛൻ. അമ്മേൻ്റെ അച്ഛൻ. അമ്മേൻ്റെ അച്ഛൻ്റെ പേര്? ബാസു. ബാസു. മറ്റതോ? അമ്മാമ്മയുടെ പേരോ? ശ്യാമള. ചിന്താവിഷ്ടയായ ശ്യാമളയും വക്കീൽ വാസുദേവും. ചേച്ചിയുടെ പേരെന്താണ്? ഋതുപർണ. ഋതുപർണ. പേരൊക്കെ നല്ല പേര്. കാര്യം ഘനശ്യാമ്, ഋതുപർണ. പേരിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ദിവസം ഇരുന്ന് ആലോചിച്ചു? കുറേ ദിവസം ആലോചിച്ചു. ഇത് ആര് പറഞ്ഞു തന്ന പേരാണ്? ഞാൻ തന്നെ സെലക്ട് ചെയ്തത്. ഘനശ്യാമ. എന്താ എൻ്റെ അർത്ഥം? ഘനശ്യാമം നല്ല കാർമേഘത്തിന്റെ വർണ്ണത്തോട് കൂടിയത് ശ്രീകൃഷ്ണൻ. ഈ ജീൻസും ടീഷർട്ടൊക്കെ ഇട്ടാണ് ശ്രീകൃഷ്ണൻ. വീട്ടിൽ ആരാണ് നമുക്ക് സ്വസ്ഥത തരാത്തത്, സമാധാനം തരാത്തത്? അമ്മ. വീട്ടിൽ വേണ്ടത് സ്വസ്ഥത, സമാധാനം, സന്തോഷമാണ്. അമ്മ അതിന് തടസ്സം നിൽക്കുന്നു, കഴിയുന്നത്ര മാറ്റും. പിന്നെ ആരാണ്? അച്ഛൻ അമ്മയെ അടിക്കും. അച്ഛൻ അമ്മയെ അടിക്കുന്നു. തിരിച്ച് അമ്മ അടിക്കുമോ? കരയും. അച്ഛനെ വീട്ടിൽ വേണോ അമ്മയെ വീട്ടിൽ വേണോ? അച്ഛനെ മതി. അമ്മ അത്രമാത്രം ഉപദ്രവങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട് മക്കളോട്. അമ്മ തല്ലുന്നു, അമ്മ വഴക്ക് പറയുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ആർക്ക് വേണ്ടി? മണപ്പിക്കാൻ കഴിയൂല, നമുക്ക് മൂക്കടപ്പ. അതുകൊണ്ട് അച്ഛൻ അടിക്കും.
അമ്മക്ക് മൂക്കടപ്പാണ്, അതുകൊണ്ട് അമ്മയ്ക്ക് മണക്കാൻ പറ്റില്ല. അപ്പോൾ മണം കിട്ടാൻ പറ്റാത്തത് കൊണ്ട് ഇതിന് മാത്രം പണം പിടിക്കാൻ അവിടെ എന്താ പോലീസിനായി നിങ്ങൾ? വഴക്ക് എപ്പോഴും ഉണ്ടോ വീട്ടിൽ? ചിലപ്പോൾ. ആരാ വഴക്കിടുന്നത് തുടക്കം? അച്ഛൻ. അച്ഛൻ എന്തു പറയും? നീ ഇവിടെ ഇറങ്ങിപ്പോയിക്കുന്നു. ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അമ്മ പറയും ബസ് കാശില്ലെന്ന് പറയും. അപ്പോൾ ഉടനെ ബസ് കാശ് എടുത്ത് കൈ കൊടുക്കും. ഇല്ല, ഞാൻ ഇപ്പോൾ പോകില്ല, നാളെ നേരം വെളുത്തിട്ട് പോകാമെന്ന് പറയും. ശരി, ഞാൻ നാളെ നേരം വെളുക്കുമ്പോൾ ഇവിടെ കണ്ടുപോകരുതെന്ന് പറയും. അത്ര നേരം അമ്മ മാറി നിൽക്കും. അച്ഛൻ പോയി കഴിയുമ്പോൾ അവിടെ പിന്നെയും വരും. അല്ല, നീ എന്ത് പോയില്ലേ? ഇല്ല, ഞാൻ പോകാൻ മറന്നുപോയി, നാളെ പൊക്കോളാം. അച്ഛന് കുറേ ദിവസം ബാങ്കിന് അട്ടി പണം വരും. അത് അമ്മക്കൊന്നും കൊടുക്കൂല. അത് കൊടുത്താലേ അച്ഛനെ മറ്റവരും ഒന്ന് പൊക്കിക്കൊണ്ട് പോകും. നമുക്കെന്താ ജോലി? നമുക്ക് ടീച്ചറാണ്. ഏത് സ്കൂളിലാണ്? കടമ്പൂര്. പാട്ട് പാടാൻ പോകും. അച്ഛൻ്റെ സമാധാനത്തിന് വേണ്ടി, അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി, വാസുവിന് വേണ്ടി, ചിന്താവിഷ്ടിയായ ശ്യാമളയ്ക്ക് വേണ്ടി, ഋതുപർണയ്ക്ക് വേണ്ടി ഒരു പാട്ട്. ആകാശോ കൂടെ പോനേ ആറാവനടി പൂരം വന്നേ, ആ പൂരം മിന്നാണെന്നേ, പന്ത് തൊട്ടേ പന്തലിട്ടേ പറഞ്ഞിരിക്കൊരു ചെണ്ടക്കാർ, ദൂരേതോ അഞ്ചരക്ക ആരും കാണാ തൃശൂർ. ആകാശത്തൊന്നൊരാനെ കിട്ടേ, ആകാശോ കൂടെ പോനേ. മിലിറ്ററിക്കാരനാകേണ്ട ആളാ. അതിർത്തി കിടന്ന് ഉറങ്ങണേന്ന്. എവിടെയൊക്കെ കൂടി വെടിയുണ്ട പോണു. എന്ത് ചെയ്യും? ഇതാണ് പറഞ്ഞത്, ഉത്തരവാദിത്തമുള്ള ജോലിയാണെന്ന് പറഞ്ഞത്. ഇത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ. മിലിറ്ററിക്കാരൻ ഡ്യൂട്ടിയിലാണ്, ഉണർത്താതെ നോക്കുക. വീട്ടിൽ ആരാണ് എപ്പോഴും സൈലന്റ്? പാവം ആരാ? മമ്മ. അല്ല, പറഞ്ഞു പഠിപ്പിച്ചതേ നമ്മൾ കുട്ടികൾ പറയും. നമ്മൾ നേർച്ചയും വഴിപാട് ഞാനൊന്നും പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല. ഇതിനാണ് അധികം പറഞ്ഞു പഠിപ്പിക്കണം. അവിടെ ഒന്ന് ഇരുന്നാ പോരെ. ഇങ്ങനെ അമ്മ പഠിപ്പിക്കാറുണ്ടോ നിങ്ങളാ? അച്ഛൻ വലിയൊരു ആർട്ടിസ്റ്റാ. വില്ലേജ് ഓഫീസർ ആണെങ്കിൽ അച്ഛൻ വലിയൊരു ആർട്ടിസ്റ്റ് അല്ലേ? അച്ഛൻ നാടകത്തിൽ കളിച്ച വിവരം നിങ്ങൾക്കറിയും, പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ നല്ല നാടക ട്രൂപ്പിൽ നല്ലതിൽ 2-3 വർഷം ജോലി ചെയ്താണ്. പിന്നീട് അച്ഛൻ ആ സ്റ്റേജിൽ അഭിനയം നിർത്തി പിന്നെ ജീവിതത്തിലേക്ക് അഭിനയം തുടങ്ങി, ഇല്ലേ? അമ്മയ്ക്ക് ഭർത്താവായി, കുട്ടികൾക്ക് അച്ഛനായി, നല്ല വില്ലേജ് ഓഫീസറായി, അങ്ങനെ അഭിനയിച്ച് ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അമ്മയും അപ്പയും കൂടി വഴക്കിടും. ആരാണ് വഴക്കിടുന്നത്? എന്തെന്ന് പറഞ്ഞാൽ തുടങ്ങും. എന്തിനാണ് ചായയിൽ പഞ്ചസാര ഇരുന്ന് അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങും. ഷുഗർ ഉണ്ടെന്ന് ഉറപ്പായി. പിന്നെ അപ്പൊ മമ്മ എന്ത് പറയും? ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ ബെന്നിച്ച, അങ്ങനെ പറയും. ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ ബെന്നിച്ച, ചാകാൻ മാത്രം ഇട്ടിട്ടില്ല, ഷുഗർ കൂടാൻ മാത്രം ഇട്ടിട്ടില്ല. അപ്പൊ ബെന്നിച്ചിന് എന്ത് പറയും? ഇതിന് ഭയങ്കര മധുരം ഉണ്ടല്ലോ, അങ്ങനെ പറയും. ഇതിന് ഭയങ്കര മധുരം ഉണ്ടല്ലോ ഡി. പിന്നെ ഉപ്പിട്ടാലല്ലേ ഉപ്പ് ഒരു പഞ്ചാരയില്ലേ ഞാൻ ഇട്ടിരിക്കണത്, അങ്ങ് എടുത്ത് കുടിച്ചിട്ട് പോയാട്ടെ എന്ന് പറയും. ശരി, അടിയൻ ഉത്തരവെന്നും പറഞ്ഞ് പപ്പ അങ്ങോട്ട് പോകൂലേ? അപ്പൊ ഒരു കാര്യം ചെയ്യും, കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോട്ടെ. നമുക്ക് വല്ല പഠിച്ച് ആരായി തീരണമെന്നൊക്കെ വല്ല ആഗ്രഹങ്ങളൊക്കെ വല്ല ഉണ്ടോ? എന്താണ്? ഡോക്ടർ. എന്തിന്റെയാണ്? കണ്ണിന്റെയാണോ, പല്ലിന്റെയാണോ, അല്ലെങ്കിൽ ഓർത്തോ ആണോ, ഓർക്കാതിരുന്നതാണോ, നാടിയുടെയാണോ, ഞരമ്പിന്റെയാണോ, എന്തിന്റെ ആവും? അവൾക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന ഇഷ്ടമല്ല. നേഴ്സ് ആകുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ഡോക്ടർ ആകുമ്പോൾ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി എഴുതിയിട്ട് അങ്ങ് പോയാൽ മതി. അതുമല്ല, നേഴ്സല്ലല്ല പൈസ വാങ്ങിക്കുന്നത്, ഡോക്ടറാണുള്ള പൈസ. അതിനെ പുള്ളി അത് നോക്കിയല്ലേ ചെയ്യുള്ളൂ. വീട്ടിലെന്തൊക്കെയുണ്ട്? എത്ര സെന്റ് ഭൂമിയുണ്ട്? നല്ല വീടാണോ? ആഭരണങ്ങളോ? അടുത്ത ആഴ്ചയും വന്ന് എന്നെ കാണണം. സാർ അസുഖം മാറിയാൽ പിന്നെയും വന്ന് കണ്ടോളൂ. നല്ല കുട്ടിയായിട്ട് മാറണം, നല്ല ആളായി മാറണം, നന്നായിട്ട് പഠിക്കട്ടെ, നന്നായിട്ട് പാട്ട് പാടുന്നു മോള്. ഒരു പാട്ട് പാടിക്കട്ടെ, ഞാൻ ഒന്ന് കേൾക്കട്ടെ. അച്ഛൻ മധുരയിട്ടൊരു ചായ കൊടുക്കുന്നു, ചെറുതായിട്ട് മന്നിച്ച് അച്ഛൻ അവിടെ ഇരിക്കുന്നു, ഫാനും അമ്മ ഓൺ ചെയ്യുന്നു. ഇവിടെ കുറച്ച് നേരം മന്നിച്ച് കിടന്നുറങ്ങും എന്ന് പറയുന്നു. അപ്പോൾ ഷുഗർ മാറുമെന്ന് പറയുന്നു. ആ സമയത്ത് അച്ഛൻ ആശ്വാസത്തിന് വേണ്ടി ഒരു പാട്ട്. കണ്ണിൽ കണ്ണിൽ നാം കാണും നേരത്ത് കന്നിപ്പൂക്കാലം
വന്നെത്തും കുന്നോളം പൂവായി ഓ. ഓക്കെ. അപ്പോൾ മാതാപിതാക്കള് കുട്ടികളുടെ കൂട്ടുകാരാണ്. കുട്ടികളുടെ കൂട്ടുകാർ നിങ്ങളല്ല എങ്കിൽ പിന്നെ അവർ വേറെ കൂട്ട് തേടിപ്പോ. എപ്പോഴും നമ്മളായിരിക്കണം അവരുടെ കൂട്ടുകാർ. അവരുടെ പഠന സമയത്ത്, വെറുതെ ഇരിക്കുന്ന സമയത്ത്, ക്ലാസ്സിൽ പോയി വന്നാൽ എവിടെയെങ്കിലും കൂടെ കൊണ്ട് നടക്കാൻ, ചെറിയ പ്രായത്തിലേ കൈപിടിച്ച് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ, പിന്നീട് ഇവരുടെ കാല് പിടിക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് ആ സമയങ്ങളിലൊക്കെ കൈപിടിച്ച് കൊണ്ടു നടക്കുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എപ്പോഴും നല്ല കൂട്ടുകാരി അമ്മ അല്ലെങ്കിൽ അച്ഛൻ, രണ്ടുപേരുമായാൽ അത്ര നല്ലത് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി സമ്മാനം. പാട്ട് പാടിയതാരാണ്? കൈബുക്ക്. പാട്ട് പാടിയതാരാണ്? നന്നായിട്ട് പാട്ട് പാടിയതാരാണ്? കൈബുക്ക്. നന്നായിട്ട് 3 പേരും പാടി. അപ്പോൾ നിങ്ങൾക്ക് പാടാനുള്ള കഴിവുണ്ട്. കഴിവില്ലാത്തത് കൊണ്ട്. കഥ പറഞ്ഞത് ആരാണ്? കഥ പറഞ്ഞത്. അപ്പോൾ ഒരു കഥയില്ലാത്തവർക്ക് കൊടുക്കട്ടെ. മാല പൊട്ടിച്ചതാരാണ്? മാല പൊട്ടിച്ചതാരാണ്? അച്ഛൻ്റെ വീട്ടിൽ പോവുക, അവിടെ കിടന്ന് ഉറങ്ങുക, തീറ്റയിൽ നിന്നിട്ട് പോരരുത്. അങ്ങനെ ഒരു ദിവസം കൂടി കഴിയുന്നു. കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞു. അതിൽ കൂടുതലും ഇല്ലേ ഈ അച്ഛൻ്റെ മദ്യപാനം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും, അതിൽ മാത്രം പിള്ളേരെന്തോ യാതൊരുവിധ സത്യസന്ധതയും പുലർത്താതെ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും എല്ലാ കാര്യങ്ങളും വളരെ നല്ലതാണ്, രസകരമായി. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പോയി വീട്ടിൽ പോയി അനുഭവിക്കുക. രക്ഷപ്പെടുത്താൻ ഞാനുണ്ടാവില്ല. നാളെ വീണ്ടും കാണാം.